എന്തുകൊണ്ടോ ജനങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ശശി തരൂരിലെ നേതാവിനെ. അതുകൊണ്ട് തന്നെ ഒരുപാട് പ്രതീക്ഷകളും അവർക്കുള്ളിലുണ്ട്. കടുകട്ടിയായ പുത്തൻ വാക്കുകൾ പറഞ്ഞ് പുളകം കൊള്ളിക്കുമ്പോഴും രാജ്യാന്തര വിഷയങ്ങളിൽ ഉൾക്കാഴ്ചകൾ പങ്കുവയ്ക്കുമ്പോഴും ഉറച്ച നിലപാടുകളോടെ രാഷ്ട്രീയം പറയുമ്പോഴും എഴുത്തിൽ പുതിയ ലോകങ്ങൾ തുറന്നു കാട്ടുമ്പോഴുമെല്ലാം എതിർക്കുന്നവർക്ക് പോലും പ്രിയപ്പെട്ടവനാകുകയാണ് തരൂർ. വിവാദങ്ങളും വിമർശനങ്ങളും ട്രോളുകളുമൊക്കെ എപ്പോഴും കൂട്ടിനുണ്ട്. പക്ഷേ തരൂരിൻ്റെ ചുണ്ടിലെ ചിരി മായാറില്ല. എത്ര തിരക്കേറിയ ജീവിതത്തിലും അദ്ദേഹത്തിന് കുട്ടികളോട് സല്ലപിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ കുസൃതിയുണ്ട്, കണ്ണുകളിൽ പ്രതീക്ഷയുള്ളതാണ്. തരൂരോസോറസ് എന്ന പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത് പോലെ കടുകട്ടി വാക്കുകളാണോ ഞങ്ങളുള്ള സംഭാഷണത്തിലും പ്രയോഗിക്കുന്നതെന്നായിരുന്നു കുട്ടികളുടെ പ്രധാന സംശയം. ചിരിവിടാതെ തന്നെ തരൂർ പറയുകയാണ്, ഞാൻ ദൈനംദിന ജീവിതത്തിൽ ഉപയോഗിക്കുന്ന വാക്കുകളൊന്നുമല്ല അവ. ആവശ്യമുള്ളപ്പോൾ എൻ്റെ സംഭാഷണത്തിൽ കടന്നു വരുന്നവയാണ് അതെന്നും അസാധാരണവും സങ്കീർണവുമായ വാക്കുകളൊന്നുമല്ല കേട്ടോ. എന്നാൽ നിങ്ങളുടെ പദസമ്പത്ത് വർദ്ധിപ്പിക്കാൻ ആ വാക്കുകൾ സഹായിക്കും എന്നാണ് അദ്ദേഹം കുട്ടികളോട് പറഞ്ഞത്. കുട്ടിക്കാലത്ത് പഠനത്തിൽ മാത്രം പൂർണ്ണമായും മുഴുകിയിരുന്ന ആളാണെന്ന് കേട്ടിട്ടുണ്ട്. അത് പിന്നീടുള്ള ജീവിതത്തിൽ ഉപകാരപ്രദമായോ എന്നുള്ള ചോദ്യത്തിന് അദ്ദേഹത്തിൻ്റെ മറുപടി ഇങ്ങനെയായിരുന്നു. ഇപ്പോഴത്തെ കാലഘട്ടം വെച്ച് നോക്കുമ്പോൾ അക്കാലത്തെ കുറേ പരിമിതികളുണ്ടായിരുന്നു. ടെലിവിഷൻ, ഫോൺ, ഇൻ്റർനെറ്റ് തുടങ്ങി ശ്രദ്ധ തിരിക്കുന്ന സംഗതികളൊന്നുമില്ല. പഠനത്തിലായിരുന്നില്ല, വായനയിലാണ് ശശി തരൂർ കൂടുതലും മുഴുകിയിരുന്നത്. കുട്ടിക്കാലത്തെ അദ്ദേഹത്തിന് ആസ്മ ഉണ്ടായിരുന്നു. പുറത്തുപോയി കളിക്കാനാകാതെ ശ്വാസത്തിൻ്റെ താളം തെറ്റലുകളുമായി കിടക്കയിൽ കിടക്കുന്ന ഒരു കുട്ടി നേരം പോകാൻ എന്തു ചെയ്യും? വായനയായിരുന്നു. എല്ലാം വായിച്ചാണ് നന്നായി എഴുതാനും സംസാരിക്കാനും പഠിച്ചത്. അതിലൂടെ ലോകത്തെ കണ്ടുപിടിക്കാനും അദ്ദേഹത്തിന് ശ്രമിച്ചു. വായിച്ച പുസ്തകങ്ങളിൽ നിന്നും പ്രചോദനമേകിയ ഒരു സ്ത്രീ കഥാപാത്രം ഉണ്ടോ എന്നുള്ള ചോദ്യത്തിന് പെട്ടെന്ന് തോന്നുന്ന ലിയോ ടോൾസ്റ്റോയുടെ അന്ന കരീനേനയാണെന്നാണ് അദ്ദേഹത്തിൻ്റെ മറുപടി. കൗമാരകാലത്താണ് ആ പുസ്തകം വായിച്ചത്. വല്ലാതെ ഉലച്ചുകളഞ്ഞ കഥാപാത്രമായിരുന്നെന്നും അദ്ദേഹം പറയുന്നു. മനുഷ്യർ അനുഭവിക്കുന്നത് ഏത് നൂറ്റാണ്ടിലായാലും ഭൂപ്രദേശത്തായാലും ഒരുപോലെയാണെന്നാണ് അദ്ദേഹം പറയുന്നത്.